നമ്മുടെ ട്രിവാൻഡ്രം എം പി ഡോക്ടർ ശശി തരൂർ വെറുമൊരു കോൺഗ്രസ്സുകാരനല്ല, വെറുമൊരു സാധാ രാഷ്ട്രീയക്കാരൻ പോലുമല്ല. അദ്ദേഹം KSUവിൻ്റെ നീലക്കൊടി പിടിച്ച് രാഷ്ട്രീയത്തിൽ വന്നയാളല്ല. യൂത്ത് കോൺഗ്രസ്സിലും മൂത്ത കോൺഗ്രസ്സിലും പുള്ളി പ്രവർത്തിച്ചിട്ടില്ല. നെഹ്റു ഗാന്ധി കുടുംബം സ്പോൺസർ ചെയ്ത ഒരു ബുദ്ധിജീവിയാണ് ഡോക്ടർ ശശി തരൂർ. അദ്ദേഹം ബുദ്ധിജീവികൾക്ക് സംവരണം ചെയ്ത ഒരു മണ്ഡലത്തിലാണ് മത്സരിച്ചത്. പണ്ട് വിശ്വപൗരനായ VK കൃഷ്ണമേനോൻ ജയിച്ച, പിന്നീട് ചാൾസ് നാടാരെ പോലെ സുരേന്ദ്രനാഥ് ആശാനെ പോലുള്ള ആളുകൾ ജയിച്ച തിരുവനന്തപുരം മണ്ഡലത്തിൽ വന്ന് ലാൻഡ് ചെയ്തപ്പോൾ തിരുവനന്തപുരത്തുള്ള കോൺഗ്രസ്സുകാർക്ക് ഇഷ്ടമായില്ല എങ്കിൽ പോലും തിരുവനന്തപുരത്ത് സാധാരണക്കാർക്ക് പുള്ളി ഇഷ്ടമായി. കാരണം ആൾ യോഗ്യനാണ്, വെളുത്തട്ടാണ്, ഇംഗ്ലീഷ് നന്നായിട്ട് പറയും, പിന്നെ പരമസുന്ദരനാണ്. ഇത്രയൊക്കെ മതി തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ ജയിക്കാനായിട്ട്. അപ്പോൾ തിരുവനന്തപുരത്ത് വന്നു നിന്നു. കോൺഗ്രസ്സുകാരെല്ലാവരും പുള്ളിക്ക് എതിരായിരുന്നു, ജാതീയ സമവാക്യങ്ങളും എതിരായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ടും ഡോക്ടർ ശശി തരൂർ പുല്ലുപോലെ പാസ്സായി. ഒരു തവണയല്ല, 4 തവണ പാസ്സായി. അപ്പോൾ അതിൻ്റെ ഒരു ആത്മവിശ്വാസം പുള്ളിക്കുണ്ട് എന്ന് വെച്ചോളൂ. കുറച്ചു കാലം കേന്ദ്രത്തിൽ സഹമന്ത്രിയായിട്ടിരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിൻ്റെ പ്രതിഭയ്ക്കോ ബുദ്ധിവൈഭവത്തിനോ ഒത്ത ഒരു അംഗീകാരം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുള്ളിക്ക് കിട്ടിയില്ല. കോൺഗ്രസ്സുകാരനായ തരൂരിനെ കോൺഗ്രസ്സുകാരെ അംഗീകരിച്ചില്ലെങ്കിൽ പിന്നെ വേറെ ആരും അംഗീകരിക്കില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു വല്ലായിക, ഒരു വൈക്ലഭ്യം അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് സത്യമാണ്. ഇപ്പോൾ തരൂരിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹം നല്ലത് കണ്ടാൽ നല്ലതാണെന്ന് പറയും, കൊള്ളരുതാത്തത് കണ്ടാൽ കൊള്ളരുതാത്തതാണ് എന്ന് പറയും. അത് ഏത് കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ നിലപാടാണ്. വിഴിഞ്ഞം പോർട്ടിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് ഇതാണ്. തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് ഇതാണ്. പിണറായി വിജയൻ്റെ ഭരണത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ നിലപാട് ഇതാണ്. നരേന്ദ്രമോദിയുടെ സർക്കാരിനെക്കുറിച്ചും പുള്ളിയുടെ നിലപാട് അത് തന്നെയാണ്. നരേന്ദ്രമോദി ആയാലും പിണറായി വിജയനായാലും ഇനി K സുധാകരനായാലും BD സതീശനായാലും ആര് നല്ലത് ചെയ്താലും ഇത് നന്നായി എന്ന് അദ്ദേഹം പറയും. അത് കേൾക്കുമ്പോൾ മറ്റ് പലർക്കും മനപ്രയാസം ഉണ്ടാവും എന്നുള്ളത് സത്യമാണ്. ഇപ്പോൾ ചെന്നിത്തല ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണെന്ന് പറഞ്ഞാൽ സതീശന് വിഷമമുണ്ടാവും. VD സതീശൻ പറയുന്നത് ന്യായമാണ് എന്ന് പറഞ്ഞാൽ ചെന്നിത്തലയ്ക്കും മനസ്സിനൊരു ചാഞ്ചല്യം ഉണ്ടാവും. പുള്ളി അത് പുറത്ത് കാണിക്കില്ല എന്ന് മാത്രം. അപ്പോൾ ബാക്കി രാഷ്ട്രീയക്കാരും പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഇപ്പോൾ പിണറായി വിജയൻ്റെ സർക്കാർ ഇന്ന മേന്മകളുണ്ട് എന്ന് ശശി തരൂർ പറഞ്ഞപ്പോൾ കേരളത്തിലെ ഒട്ടുമിക്ക കോൺഗ്രസ്സുകാരും പുള്ളിക്കെതിരായി. അവരൊക്കെ കേൾക്കാനും കാണാനും ആഗ്രഹിക്കുന്നത് ശശി തരൂർ പിണറായി വിജയൻ്റെ ഭരണം മോശമാണ്, ഇയാൾക്ക് ഭരിക്കാനറിയില്ല എന്ന് പറഞ്ഞു കേൾക്കണം എന്നാണ്. പക്ഷേ അങ്ങനെ അവരുടെ ആഗ്രഹത്തിനനുസരിച്ചല്ല. ശശി തരൂർ അദ്ദേഹത്തിൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് CPMകാർക്ക് ഇപ്പോൾ തരൂരിനോട് വലിയ മോഹബത്താണ്. ശശി തരൂർ ഒരു യോഗ്യനാണ്. തരൂരിനുള്ള പോലെ വിവേകവും വിവേചന ശക്തിയൊന്നും മറ്റ് കോൺഗ്രസ്സുകാർക്കില്ല. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിനും KPC പ്രസിഡൻറ്റിനും ഇല്ല എന്നാണ് CPMകാർ പറയുന്നത്. അപ്പോൾ എന്ത് സംഭവമായാലും തരൂരിൻ്റെ അഭിപ്രായത്തിന് ദേശാഭിമാനി പത്രത്തിൽ പ്രത്യേകമായ ഒരു സ്പേസ് കിട്ടാൻ തുടങ്ങി. ഇത് തന്നെയാണ് BJPക്കാരുടെ സ്ഥിതി. BJPക്കാർക്ക് ഇദ്ദേഹത്തെ പണ്ടേ കണ്ടുകൂടാ. കാരണം 3 തവണയും തിരുവനന്തപുരത്ത് BJPയുടെ വിജയപ്രതീക്ഷകൾ തല്ലിക്കെടുത്തിയത് ഈ തരൂരാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അവർക്ക് കണ്ടുകൂടാ. എന്നാലും BJPക്കാർക്ക് ഇഷ്ടമുള്ള ചില കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത്. ഒന്നാമത് ഇദ്ദേഹം ഇസ്രായേൽ പക്ഷപാതിയാണ്. ഹമാസ് ഭീകര സംഘടനയാണ് എന്ന് പറയുന്ന ആളാണ് ശശി തരൂർ. പിന്നെ ഇന്ത്യയുടെ ചേരിചേരായ്മയിൽ അധിഷ്ഠിതമായ വിദേശ നയത്തിൻ്റെ ഒരു ആരാധകനാണ്. ഇപ്പം നരേന്ദ്രമോദി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായിട്ടും തൊട്ടു പിന്നാലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ടും സൗഹൃദം പുലർത്തി ഈ 2 രാജ്യങ്ങൾക്കിടയിൽ ഒരു മധ്യസ്ഥനായിട്ട് പ്രവർത്തിക്കാം എന്ന നിലയിലേക്ക് എത്തുകയും ചെയ്തപ്പോൾ മിക്കവാറും കോൺഗ്രസ്സുകാർക്ക് അത് ഇഷ്ടമായില്ല. കാരണം നരേന്ദ്രമോദി എങ്ങനെയും നശിച്ചു കാണണമെന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ താല്പര്യം. ആ കാര്യത്തിൽ CPMനും കോൺഗ്രസിനും ഒരേ താല്പര്യമാണെന്ന് വെച്ചോളൂ. പക്ഷേ തരൂർ അങ്ങനെയല്ല. നരേന്ദ്രമോദിയുടെ മഹത്വം അംഗീകരിക്കാനും തരൂർ തയ്യാറാണ്. അതുകൊണ്ട് ഈ യുക്രൈനും റഷ്യയും തമ്മിലുള്ള സമാധാന ശ്രമങ്ങൾക്ക് ഇന്ത്യ ഒരു മധ്യസ്ഥനാകുന്നത് ഏത് നിലയ്ക്കും നല്ലതാണ്. പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ സ്റ്റേച്ചർ ഇതിനൊക്കെ പറ്റിയതാണ്. പിന്നെ റഷ്യയിൽ നിന്ന് നമ്മൾ കുറഞ്ഞ വിലയ്ക്ക് ക്രൂഡ് ഓയിൽ വാങ്ങിക്കുന്നത് നല്ലൊരു കാര്യമാണ് എന്നൊക്കെ ഇദ്ദേഹം പറയാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സുകാർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. കോൺഗ്രസിൻ്റെ പരമോന്നത നേതാവ് വിയറ്റ്നാമിൽ പോയിരിക്കുകയാണ്. അദ്ദേഹം തിരിച്ചു വന്നതിന് ശേഷം അഭിപ്രായം പറയും. മല്ലികാർജ്ജുൻ ഖാർഗെക്കാണെങ്കിലും മറ്റാളുകൾക്കാണെങ്കിലും ഒന്നും അത് ഇഷ്ടപ്പെട്ടില്ല. KC വേണുഗോപാലിന് പണ്ടേ ഇഷ്ടമല്ല. പക്ഷേ ഇവരാരും തന്നെ പരസ്യമായ ഒരു അഭിപ്രായ പ്രകടനത്തിന് കൂട്ടാക്കിയിട്ടില്ല. തരൂരിനെ ഉടനെ അച്ചടക്കങ്ങളുടെ അടുത്ത് ഉലത്തിക്കളയാം എന്ന വ്യാമോഹമൊന്നും ആർക്കും ഇല്ല. കാരണം കോൺഗ്രസ് പാർട്ടിക്കകത്ത് തരൂരിന് കുറേ ആരാധകരുണ്ട് എന്നതിനേക്കാൾ ഉപരി കോൺഗ്രസ് പാർട്ടിക്ക് പുറത്ത്
ഒരുപാട് ആരാധകരുണ്ട്. ഇദ്ദേഹം അങ്ങ് കോൺഗ്രസ് വിട്ട് പോയാൽ അത് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് സാധ്യതകളെ ബാധിക്കും എന്ന് മനസ്സിലാക്കാനുള്ള ത്യാജ്യഗ്രാഹിക വിവേചന ശക്തിയൊക്കെ മറ്റാർക്കില്ലെങ്കിലും വി ഡി സതീശനുണ്ട്. മിക്കവാറും ചെന്നിത്തലയ്ക്കുമുണ്ട്. അതുകൊണ്ട് തരൂരിൻ്റെ പേരിൽ നടപടിയൊന്നും വരികയില്ല. തരൂരാണെങ്കിൽ അങ്ങനെ നിഷ്പക്ഷനായിട്ട് ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ തത്വാധിഷ്ഠിതമായ അഭിപ്രായങ്ങൾ അറിയിക്കും. വളരെ നിഷ്പക്ഷമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുക. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തരൂർ എന്ന് വെച്ചാൽ ഏതാണ്ട് പഴയ സിൻബാദിൻ്റെ കഥയിലെ കടൽക്കിഴവിൻ്റെ പോലെ ഈ പുള്ളിയെ തോളിൽ നിന്ന് ഇറക്കാനും പറ്റുകയില്ല, പുള്ളിയുടെ ശല്യം ഒഴിവാക്കാനും പറ്റുകയില്ല. തരൂരാണെങ്കിൽ ഈ തോളിലുള്ള ഇരിപ്പ് നല്ലപോലെ ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെവിടെ ചെന്ന് അവസാനിക്കും എന്ന് നമുക്ക് കുറച്ചാൾ കൂടി കാത്തിരുന്ന് കാണേണ്ടതായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.